കുണ്ട്രം കുമരനുക്ക് എന്ന ആഹ്വാനമുയർത്തിയ മുരുക ഭക്ത മഹാസംഗമത്തിൽ 7 ലക്ഷം ഭക്തർ അണിനിരന്നു. അറുപടൈ മുരുകക്കോവിലുകളെ സാക്ഷി നിർത്തി 5 ലക്ഷം ഭക്തർ സ്കന്ദഷഷ്ടി കവചം ചൊല്ലി. തുടർന്ന് ദീപാരാധനയും ആരതിയും നടന്നു. പാൽക്കാവടി ഏന്തിയ നർത്തക സംഘം വേദിയുണർത്തി നടനമാടി. മധുരയിൽ മുരുക ഭക്ത മഹാസംഗമം പുതിയ ചരിത്രമെഴുതി. തിരുപ്പുറ കുണ്ട്രം മുതൽ പഴനിമല വരെ എല്ലാ ക്ഷേത്രങ്ങൾക്കും നേരെ DMK സർക്കാർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരായ ശക്തമായ താക്കീതാണ് ഈ മഹാസംഗമമെന്ന് ഹിന്ദു മുന്നണി സംസ്ഥാന അധ്യക്ഷൻ കാടേശ്വര സുബ്രഹ്മണ്യൻ പറഞ്ഞു. സമ്മേളനം സർക്കാർ തടയാൻ ശ്രമിച്ചു, എന്നാൽ അത് മുരുക ഭക്തി കൊണ്ട് നമ്മൾ മറികടന്നു. തമിഴകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന മുന്നേറ്റത്തിന്റെ തുടക്കമാണ് ഈ സമ്മേളനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാമിൽ മതം തെരഞ്ഞ് ഹിന്ദുക്കളെ വധിച്ച പാക് ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന് സമ്മേളനം നന്ദി പറഞ്ഞു. ഓരോ മാസവും ഷഷ്ടിയിൽ എല്ലാ വീടുകളിലും സ്കന്ദഷഷ്ടി കവചം ചൊല്ലണമെന്നും ആഹ്വാനമുയർന്നു. തടസ്സങ്ങൾ ചവിട്ടുപടിയാക്കിയാണ് മുരുക ഭക്തർ സംഗമിച്ചതെന്ന് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത BJP നേതാവ് അണ്ണാമലൈ അറിയിച്ചു. വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര മുഴക്കി ഒരുമിച്ച് ചേർന്ന ഹിന്ദു സമൂഹം ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, BJP സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ, RSS ക്ഷേത്രീയ സംഘചാലക് ഡോക്ടർ ബന്നിയ രാജൻ, കുമാരഗുരുവര സ്വാമികൾ തുടങ്ങിയവർ സംസാരിച്ചു. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ വാക്കുകൾ ഭക്തരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. മധുര അമ്മാത്തിടലിൽ ഹിന്ദു മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മുരുക ഭക്ത സമ്മേളനത്തിൽ ലക്ഷങ്ങളെ അഭിസംബോധന ചെയ്ത ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവ നേതാവ് ഭഗവാൻ മുരുകനാണ് എന്ന് പറഞ്ഞു. മുരുക ഭഗവാനെ കുറിച്ച് അപമാനകരമായി സംസാരിച്ചാൽ നമുക്ക് പരിഭ്രാന്തി തോന്നേണ്ടതല്ലേ? മറ്റു മതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ എന്തിനാണ് ഹിന്ദു മതത്തെക്കുറിച്ച് ഇത്ര നിന്ദ്യമായി സംസാരിക്കുന്നത്? മുരുകനെ കുറിച്ച് നിന്ദ്യമായി സംസാരിച്ചാൽ നമ്മൾ ഞെട്ടേണ്ടതല്ലേ? വിവിധ DMK നേതാക്കളുടെ സനാതന ധർമ്മത്തെ അവഹേളിച്ചുകൊണ്ടുള്ള പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ചോദിച്ചു, എന്നെ മധുരയിലേക്ക് കൊണ്ടുവന്നത് മുരുകനാണ്. മുരുകൻ എന്നെ വളർത്തി. മുരുകൻ എനിക്ക് ധൈര്യം നൽകി. മധുരയും മുരുകനും വളരെ അടുത്താണ്. മുരുകന്റെ ആദ്യത്തെയും അവസാനത്തെയും വാസസ്ഥലങ്ങളും മധുരയിലാണ്. മധുര മീനാക്ഷി അമ്മന്റെ വീടാണ്. മീനാക്ഷി അമ്മൻ പാർവതിയുടെ ഒരു ഭാവമാണ്. അതിനാൽ മുരുകന്റെ അമ്മയും മധുരയിലാണ്. മുരുകന്റെ പിതാവായ ശിവൻ ആദ്യ സംഘത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് മധുരയിലായിരുന്നു. അപ്പോൾ ഈ മധുരയിൽ ഒരു അമ്മയും അച്ഛനും മകനുമുണ്ട്. അങ്ങനെയെങ്കിൽ മധുരയിലെ ജനങ്ങൾ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ പുണ്യം കൊണ്ടാണ് പശുമ്പൻ മുത്തുരാമലിംഗ തേവർ അവതാരമെടുത്തത്. അദ്ദേഹത്തെ മുരുകന്റെ അവതാരമായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് സമീപം ഒരു മയിലും സൂക്ഷിച്ചിട്ടുണ്ട്. മുരുകൻ ഒരു ദൈവത്തിന്റെ രൂപത്തിൽ ജീവിച്ചിരുന്നു. മധുരയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇന്ന് നമ്മൾ മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ പോയി അനുഗ്രഹങ്ങളും കുങ്കുമവും പ്രസാദവും സ്വീകരിക്കും. ഒരു കാലത്ത് മധുര ഇരുട്ടിലായിരുന്നു. മീനാക്ഷി ക്ഷേത്രത്തിൽ നമുക്ക് വെളിച്ചം നൽകുന്ന വെളിച്ചമില്ലായിരുന്നു. കാവി നൽകാൻ ആരുമില്ലായിരുന്നു. ക്ഷേത്രം തകർന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാലിക് ഗഫൂർ മധുര കൊള്ളയടിച്ചു. അതിനുശേഷം മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ 60 വർഷത്തേക്ക് വെളിച്ചമില്ലായിരുന്നു. അത് അടച്ചിരുന്നു. അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മധുരയിൽ വെളിച്ചം പുനർജനിച്ചു. വിജയനഗര രാജകുമാരൻ കുമാരകമ്പനൻ ആ വിളക്ക് കത്തിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ രാജ്യത്തിന്റെ വിശ്വാസം നശിപ്പിക്കാനാവാത്തതാണ്. ആർക്കും അത് നശിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്കാരം വളരെ ആഴമേറിയതാണ്. ആർക്കും നമ്മെ കുലുക്കാൻ കഴിയില്ല. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മുടെ ധാർമ്മികത ആഴമേറിയതായിരുന്നു. ഇന്നും അത് ആഴമേറിയതാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇതാണ് ആ ദിവ്യഭൂമിയുടെ ശക്തി. നമ്മുടെ പുണ്യം മുരുകന്റെ രൂപത്തിൽ വിരാജിച്ചുകൊണ്ടേയിരിക്കുന്നു. തിന്മ ലോകത്തെ മുഴുവൻ വിഴുങ്ങുമ്പോൾ ആ തിന്മയെ വെട്ടിമുറിക്കുന്നത് പുണ്യമാണ്. എല്ലാവരെയും തുല്യരായി കാണുന്നത് പുണ്യമാണ്. അതിന്റെ പേര് വിപ്ലവം എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ വിപ്ലവ നേതാവാണ് മുരുകൻ. അനീതിയെ നശിപ്പിച്ചതിനാൽ അദ്ദേഹം ഒരു വിപ്ലവ നേതാവാണ്. എന്തിനാണ് നിങ്ങൾ തമിഴ്നാട്ടിൽ മുരുകൻ സമ്മേളനം നടത്തുന്നത്? അത് UP-യിലോ ഗുജറാത്തിലോ നടത്താൻ കഴിയുമോ? ഒരു പാർട്ടി നേതാവ് ചോദിക്കുന്നു. ഇതിലൂടെ അദ്ദേഹം ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് അവർ ഇങ്ങനെ മുരുകനെ കുറിച്ച് അവഹേളിച്ച് ചോദിക്കുന്നു. നാളെ അവർ ശിവനെയും അമ്മനെയും കുറിച്ച് ചോദിക്കും. ഈ ചിന്ത വളരെ വളരെ അപകടകരമാണ്. 14 വയസ്സിൽ ഞാൻ ശബരിമലയിൽ പോയി. തൈപ്പൂയത്തിന് തിരുത്തണിയിൽ പോയി.
ചെന്നൈയിലെ മൈലാപ്പൂരിൽ പഠിക്കുമ്പോൾ നെറ്റിയിൽ ഒരു ചന്ദനവുമായി ഞാൻ സ്കൂളിൽ പോയി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്കൊരു മാറ്റം ലഭിച്ചു. അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്റെ നെറ്റിയിൽ വിഭൂതി പുരട്ടുന്നതിനെ കുറിച്ച് അവർ എന്നോട് ചോദിച്ചു. 14 വയസ്സിൽ ഞാൻ അത്തരം ചോദ്യങ്ങൾ നേരിട്ടു. എല്ലാവരും അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. കാരണം ഹിന്ദുക്കൾ മതേതരാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയാകാം, ഒരു മുസ്ലിമിന് മുസ്ലിം ആകാം. എന്നാൽ ഒരു ഹിന്ദുവായി തുടർന്നാൽ അവർക്കൊരു പ്രശ്നമുണ്ട്. ഒരാൾ ഹിന്ദുവായി തുടർന്നാൽ ചിലർക്ക് പ്രശ്നമുണ്ട്. ഇത് കപട മതേതരത്വമാണ്. എന്റെ മതവിശ്വാസങ്ങളെ ആഘോഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളും അതേ മര്യാദ പാലിക്കണം. എന്റെ മതത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ മതത്തെ, വിശ്വാസങ്ങളെ അനാദരിക്കരുത്. മുരുകനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്ക് അറേബ്യയിൽ നിന്ന് വന്ന മതങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാമോ? അതിനുള്ള ധൈര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, പിശുക്ക് കാണിക്കരുത്. ഒരു കാടിനെയും സത്തുമിരന് നശിപ്പിക്കാൻ കഴിയില്ല. മുരുകൻ ഒരു തമിഴ് ദൈവമാണ്, പക്ഷെ അവൻ എല്ലായിടത്തുമുണ്ട്. ഉത്തരേന്ത്യയിൽ അവൻ കാർത്തികേയനാണ്, ആന്ധ്രാപ്രദേശിലും കർണാടകയിലും അവൻ സുബ്രഹ്മണ്യനാണ്, തമിഴ്നാട്ടിൽ അവൻ മുരുകനാണ്. മുരുകൻ ലോകമെമ്പാടും വ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ പാദങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമാണ് തൊടുന്നത്. അതുകൊണ്ടാണ് മധുരയിൽ മുരുക ഭക്തരുടെ സമ്മേളനം നടക്കുന്നത്. ഇവിടെ ചിലർ നിറത്തെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയം കളിക്കുന്നു. ഞങ്ങൾക്ക് നിറവ്യത്യാസമില്ല. ഭഗവാൻ കൃഷ്ണനും കാളിദേവിയും കറുത്തവരാണ്. നമ്മൾ നിറത്തിലൂടെ കാണുന്നില്ല, നമ്മൾ ആന്തരിക വ്യക്തിത്വത്തിലൂടെ കാണുന്നു. കറുപ്പ് നിറം ഉപയോഗിച്ച് ദൈവത്തെ പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടെ. നമ്മളെ ഒന്നിപ്പിക്കുന്ന മുരുകനെ പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ കന്ദഷഷ്ടി കവചത്തെ പരിഹസിക്കുന്നു. അവർക്ക് പരിഹസിക്കാൻ അവകാശമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇത് മതേതരത്വമാണെന്ന് അവർ പറയും. മറ്റുള്ളവരുടെ വിശ്വാസത്തെ താഴ്ത്തിക്കെട്ടാൻ ഇവർ ആരാണ്? മുരുകനെ ചോദ്യം ചെയ്യാൻ ഇവർ ആരാണ്? സദാചാരത്തെ ഇളക്കാൻ ഇവർ ആരാണ്? മറ്റു മതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് കഴിയുമോ? എന്തിനാണ് ഇവർ നമ്മുടെ മതത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നത്? മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം 60 വർഷത്തേക്ക് അടച്ചിട്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ധൈര്യത്തോടെയാണ് അവർ സംസാരിക്കുന്നത്. ക്ഷമാഭീരുത്വമല്ല. ഇവിടുത്തെ എല്ലാ മുരുക ഭക്തരുടെയും ഒരു നോട്ടം മാത്രം മതി നമ്മുടെ ദൈവത്തെ ശപിക്കുന്ന ആ ജനക്കൂട്ടം ഒരു അദൃശ്യ ജനക്കൂട്ടമായി മാറും. ശിവൻ കണ്ണു തുറന്ന നാടാണിത്. മുരുകനെ കുറിച്ച് നിന്ദ്യമായി സംസാരിച്ചാൽ ഹൃദയം പൊട്ടിപ്പോകേണ്ടതല്ലേ? മിടിക്കേണ്ടതല്ലേ? പരിഭ്രാന്തരാകേണ്ടതല്ലേ? നമ്മെ രക്ഷിക്കുന്ന മുരുകനെ സംരക്ഷിക്കേണ്ടതല്ലേ? പ്രത്യുപകാരം ചെയ്യേണ്ടതല്ലേ? നന്ദി കാണിക്കേണ്ടതല്ലേ? മിന്നൽ കണ്ണുകളെ അന്ധമാക്കുന്നത് പോലെ, ഒരു നദി കരകവിഞ്ഞൊഴുകുന്നത് പോലെ നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. അനീതിയെ നേരിടാൻ നമുക്ക് ഒത്തുകൂടാം. സദ്ഗുണത്തെ സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. മുരുകന്റെ നീതി സംരക്ഷിക്കാൻ നമുക്ക് പുറപ്പെടാം. മുരുകന്റെ സൈന്യത്തെ ശകാരിക്കുന്ന ജനക്കൂട്ടത്തെ നമുക്ക് നശിപ്പിക്കാം. ഈ സൈന്യം പരാജയപ്പെട്ടാൽ ഏത് സൈന്യമാണ് വിജയിക്കുക? ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ധാർമ്മികതയെ സംരക്ഷിക്കുന്നു. ഭരണഘടന ഇല്ലാതിരുന്ന കാലത്ത് മാലിക് കഫൂർ അക്രമാസക്തമായി പെരുമാറി. എന്നാൽ കഴിഞ്ഞ 75 വർഷമായി ഭരണഘടന നിലവിലുണ്ടെങ്കിലും ഒരു ജനക്കൂട്ടം അതിന്റെ മുകളിൽ നൃത്തം ചെയ്യുന്നു. കാരണം തുടക്കം മുതൽ തന്നെ വിനാശകരമായ ശക്തികളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു.